ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. കുറച്ച് ക്ലീനിങ് പർപ്പസിനുള്ള കുറേ നല്ല ടിപ്സൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇപ്പോൾ എൻ്റെ കൈക്ക് സംഭവിച്ചോന്ന് കാണിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ എൻ്റെ കൈയൊക്കെ ഒന്ന് പൊള്ളിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എന്ത് തന്നെ നമ്മുടെ കിച്ചണിൽ നിന്ന് നമ്മൾ ഫ്രൈ ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരു കൊണ്ടാട്ടം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളത് ശരിക്കും മൂടി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പൊട്ടി വരുന്നത്. ഞാൻ ഇവിടെ മുളക് കൊണ്ടാട്ടം ഫ്രൈ ചെയ്തതാണ് കേട്ടോ. അതിങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ അത് പെട്ടെന്നാകുന്നൊരു മുളക് ഇങ്ങനെ പൊട്ടിയിട്ടാണ് ഇപ്പോൾ ഈ കയ്യിൽ ഈ ഒരു അവസ്ഥയായിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെ ഫ്രൈ ചെയ്യുമ്പോഴും നിങ്ങൾ മൂടി വെച്ചിട്ട് ആ ഒരു ചീനച്ചട്ടി മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊറോട്ടയൊക്കെ വാങ്ങി, അല്ലെങ്കിൽ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിച്ചാലും വീട്ടിലുണ്ടാക്കിയാലും ഇതുപോലെ കുറച്ചൊക്കെ പൊറോട്ട ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ രാവിലെ പൊറോട്ട കഴിച്ചു, ഇപ്പോൾ വൈകുന്നേരം സെയിം പൊറോട്ടേനെ കഴിക്കുമ്പോൾ അതൊരു മടുപ്പാവില്ലേ. അപ്പോൾ നമുക്ക് അതുകൊണ്ടൊരു ചില്ലി പൊറോട്ടയാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 പൊറോട്ടയുണ്ട്. അത് ഈ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ഷേപ്പിൽ നമ്മൾ എല്ലാതും ഒന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ നമ്മൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ മക്കൾ ഈവനിങ് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അവരൊക്കെ ഒത്തിരി ഇഷ്ടത്തോടു കൂടി കഴിക്കട്ടെ. നമ്മളിത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമ്മൾ സാധാരണ കഴിക്കാറുള്ളതാണ് ചില്ലി പൊറോട്ട. അപ്പോൾ നമ്മളിവിടെ ഇതെല്ലാം തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്കൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് എല്ലാം അവിടെയും നന്നായി ഒന്ന് തിരുമ്പി എടുത്തതിന് ശേഷം നമ്മളൊരു ചീനിച്ചട്ടിയിൽ നല്ലോണം പോലെ ഒന്ന് എണ്ണ ഒഴിച്ച് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അത് ഓൾറെഡി നമ്മളിത് എണ്ണയിലൊക്കെ പൊരിച്ച് നമ്മൾ ചുട്ടെടുത്തതാണല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ 1-2 സെക്കൻഡ് നമ്മൾ തിരിച്ചൊക്കെ ഒന്ന് ഇടുമ്പോഴേക്കും തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം കേട്ടോ. നല്ല ക്രിസ്പിയായി കിട്ടുകയും വേണം. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇനി അതേപോലെ അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം 2 സ്റ്റെപ്പായിട്ട് എല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ ഈ സെയിം എണ്ണയിൽ തന്നെ നമ്മൾ സവോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കം രണ്ടും സെയിം രീതിയിൽ തന്നെ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ഒരു സവോളനെ 4ആയി കട്ട് ചെയ്ത ശേഷം അതിങ്ങനെ അല്ലി വിടർത്തി എടുത്തതാണ് കേട്ടോ. അതുപോലെ ഒന്ന് ഒരു സവോളയും അതുപോലെ ഒരു ക്യാപ്സിക്കമിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം. അതിന് ശേഷം ഈ ഒരു സവോളയും ക്യാപ്സിക്കമും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. കളർ ചേഞ്ച് ആയിട്ട് അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എണ്ണയിലിട്ട് നന്നായി ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു പച്ചമണം പോകുന്ന ഒരു ടൈം വരെ മാത്രം നമ്മളൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്താൽ മതി. ജസ്റ്റ് ഒരു 3 സെക്കൻഡൊക്കെ ഫ്രൈ ചെയ്താൽ മതിയാവും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചില്ലി സോസ് കുറച്ച് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ടൊമാറ്റോ സോസും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ജസ്റ്റ് നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളവും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഒരുപാട് കൂടാതെ ഒരു മിതമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 1/4 ഗ്ലാസോളം തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ട ഉണ്ടല്ലോ, പൊറോട്ട നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് പിന്നെ ഈ ഒരു ടൊമാറ്റോ സോസും സവോളയ്ക്കും ക്യാപ്സിക്കത്തിനൊക്കെ ആവശ്യമായിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഒരുപാട് വേണ്ട, ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ അംശം കുറച്ചൊന്ന് കുറയും. ആ ഒരു നല്ല ഒരു വെള്ളം ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നിന്നൊന്ന് കുറയാൻ മാത്രമായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചില്ലി പൊറോട്ട നമുക്കിവിടെ റെഡി ആയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ പൊറോട്ടയൊക്കെ വീട്ടിൽ വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 1-2 വെച്ചിട്ട് ഇതുപോലെ മക്കൾക്കൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചില്ലി പൊറോട്ടയാണ്.
അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം. ഞാനിവിടെ ചായപ്പൊടിയുടെ പാക്കറ്റ് പൊട്ടിക്കുകയാണ് കേട്ടോ. നമ്മളത് പൊട്ടിച്ചിട്ട് നമ്മളത് നമ്മൾ ടിന്നിലേക്ക് ആക്കി വെക്കുന്ന സമയത്ത് നമ്മൾ ചായപ്പൊടി ഇട്ട് വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം പട്ടയും 2-3 ഏലക്കായും കൂടി നമ്മളിതിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് ഉള്ളിലോട്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചായ ഇടുന്ന സമയത്ത് നമുക്ക് ചായക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ ഒരു ഏലക്കായൻ്റെയും പട്ടൻ്റെയൊക്കെ ഒരു സ്മെല്ലായിട്ട് നമുക്ക് ചായ നല്ലൊരു ടേസ്റ്റായി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ചായപ്പൊടിയൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ബാക്കി ഇപ്പോൾ ഒരു പാക്കറ്റ് പൊട്ടിച്ചു, അത് ഫുള്ളായി തന്നെ എനിക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ 1/4 ഭാഗത്തോളം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ AVT ചായപ്പൊടിയൊക്കെ വാങ്ങുമ്പോൾ അതിനകത്തൊരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്കൊരു 10 രൂപേൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ് കിട്ടിയത്. നമ്മൾ ആ വാങ്ങിയ ഷോപ്പിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 10 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ നമ്മൾ AVT വാങ്ങുന്ന സമയത്ത് ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 10 രൂപ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു പാക്കറ്റിൻ്റെ ആ പൊട്ടിച്ച ഭാഗത്ത് ഇതുപോലെ ഒന്ന് കത്തി ചൂടാക്കിയിട്ട് ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പാറ്റയോ പ്രാണിയോ ഒന്നും കയറാതെ പുതിയതായിട്ട് ഇരിക്കുന്ന ആ ഒരു പാക്കറ്റ് എങ്ങനെയായിരുന്നു നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്നത് ആ രീതിയിൽ തന്നെ നമുക്കിത് കുറേ നാൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ അതേപോലെ ഭരണിയിലൊക്കെ നമ്മൾ പൊടിയുപ്പും കല്ലുപ്പൊക്കെ ആക്കി വെക്കുമ്പോൾ ഭരണിയിൽ തന്നെ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നും ആക്കി വെക്കരുത്. കുപ്പിയിലാണെങ്കിലും കുഴപ്പമില്ല. നമ്മളിതുപോലെ ഇതൊക്കെ പൊടിയൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ചിരട്ടയുടെ ഒരു കഷ്ണം നമ്മൾ ഏറ്റവും അടിയിലും അതേപോലെ ഏറ്റവും മുകളിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് ആ ഒരു ഉപ്പൊക്കെ ഈർപ്പം വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പഞ്ചസാരയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് തന്നെ നനവുണ്ടെന്നുണ്ടെങ്കിലും അത് ഈ ഒരു ചിരട്ടയിലേക്ക് ആയിട്ട് അത്ര നനവ് നമ്മുടെ പഞ്ചസാരയ്ക്കും ഉപ്പിനും ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ അതേപോലെ ഇതുപോലെ മുകളിൽ കവർ നമ്മൾ ആക്കിയിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ അതിനകത്ത് ഉറുമ്പ് കയറാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ഇതേപോലെ ഒരു തേങ്ങയുടെ പകുതി ചിരട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുറി തേങ്ങയുടെ ആ ചിരട്ട ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഞാനൊന്ന് കത്തിച്ചെടുക്കുകയാണ്. കുറച്ച് സമയം ഒന്നിങ്ങനെ വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് അതിൻ്റെ ഒരു വശം നമ്മൾ ചെറുതായിട്ടൊന്ന് കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ വേറൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് പുറത്ത് കൊണ്ട് വെക്കാം. യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്കിത് ഫുള്ളായി തന്നെ ഈ ഒരു ചിരട്ട കത്തി തീരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് കത്തിച്ചെടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിലാക്കിയതിന് ശേഷം ഞാനിത് പുറത്ത് കൊണ്ടുവയ്ക്കേണ്ട, വീട്ടിനകത്തൊന്നും വെക്കേണ്ട, പുറത്ത് ഇതുപോലെ കൊണ്ടുവച്ച് അത് കുറച്ച് സമയം തന്നെ അത് നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പെട്ടെന്ന് ഫുള്ളായി കത്തി അങ്ങ് തീരും കേട്ടോ. അപ്പോൾ അത് ഫുള്ളായി തന്നെ കത്തി തീർന്നിട്ടുണ്ട്. അത് ഫുള്ളായി ഒന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഞാനിത് നല്ലപോലെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിലോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ന്യൂസ് പേപ്പർ ഒന്ന് മടക്കിയതിന് ശേഷം ഇടികല്ല് യൂസ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ലപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നന്നായി ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ നന്നായി തന്നെ നമുക്കൊന്ന് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്കൊന്ന് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. വേറെ പാത്രത്തിലോട്ട് നമ്മൾ മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളവും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിപ്പോൾ ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു 2-3 മണിക്കൂർ അതിൽ തന്നെ ഇരുന്നൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഇതൊക്കെ ശരിക്കും ഇതൊക്കെ കറക്റ്റായിട്ട് കരിക്കട്ടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ശരിക്കും ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വെള്ളത്തിന് നല്ല ശരിക്കും ഈ ഒരു ചിരട്ടയുടെ കരിയുടെ ആ ഒരു ഇത് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിലൊരു 1/2 കുപ്പിയോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അതേപോലെ 1 സ്പൂൺ പൊടിയുപ്പും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ വിമ്മിൻ്റെ കുറച്ച് ആ ഒരു സോപ്പിൻ്റെ ഒരു അംശം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തർ അവരവരുടെ സൗകര്യം അനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ശരിക്കും ഒരു ക്ലീനിങ് സൊല്യൂഷൻ നമുക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ശരിക്കും പറയണമെങ്കിൽ വലിയൊരു പാത്രത്തിൽ വേറൊരു സെപ്പറേറ്റ് പാത്രത്തിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ നമ്മളത് കുപ്പിയിലോട്ട് ഒഴിക്കാൻ. ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഷേക്ക് ചെയ്യുമ്പോഴേക്കും ഈ ഒരു രീതിയിൽ ഇതാണ്ട് പതഞ്ഞ് വന്നു. ഞാൻ ആ ഒരു കുപ്പിയിൽ ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹോളിൽ കൂടെയൊക്കെ ചെറുതായിട്ട് അതിൻ്റെ ഇത് പുറത്തേക്ക് വരണം, അതുകൊണ്ട് അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേറൊരു പാത്രത്തിലൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കുപ്പിയിൽ ഒഴിച്ചാൽ മതി. ഇപ്പം നമ്മളിത് ആ ഒരു ചിരട്ടയുടെ കരി ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി അതിൻ്റെ അടിവശത്തുള്ള ആ ഒരു കരിൻ്റെ ആ ഒരു പീസൊക്കെ ഉണ്ടല്ലോ അതിൽ തന്നെ ഈ സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം നമ്മളിതുപോലെ പാത്രമൊക്കെ കഴുകിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിലൊക്കെ എത്ര കറയുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനും സാധിക്കും. അതുപോലെ നമ്മൾ ഈ ഒരു ചിരട്ടയുടെ കരി യൂസ് ചെയ്തിട്ട് കഴുകുന്നതുകൊണ്ട് സ്റ്റീൽ പാത്രങ്ങൾക്കൊക്കെ
നല്ല ഷൈനിങ് വരാനും ഒക്കെ ഹെൽപ്പാക്കും കേട്ടോ. അപ്പോൾ എത്ര കറ പിടിച്ച പാത്രമാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു സൊല്യൂഷൻ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പാത്രം കഴുകാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, നന്നായി തന്നെ നമ്മളിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുക്കുമ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് സോപ്പ് പതയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വെള്ളമൊന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാനും അതുപോലെ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനും സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൽ ക്ലോസറ്റ് ആണെങ്കിലും ബാത്റൂമിനകത്ത് ടൈലൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ക്ലീൻ ആക്കാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ. ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് കുറേ സമയം ഒന്നും ഒഴിച്ച് വെക്കേണ്ട കാര്യമില്ല. ഒഴിച്ച് വെച്ചിട്ട് അപ്പം തന്നെ നമുക്ക് ക്ലീൻ ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കരി വെള്ളം ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ബാത്റൂം ഇതിപ്പോൾ വൈറ്റ് ക്രീം കളറുള്ള ടൈലാണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് ഈ ഒരു കരി ആവുക ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനും അതുപോലെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ക്ലീനായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ക്ലോസറ്റ് എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടൈലിലൊക്കെ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതുപോലെ ഉരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമിൽ ടൈലും വോൾ ടൈലും ഒക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ ചിരട്ടയുണ്ടെന്നുണ്ടെങ്കിൽ അതിനിതുപോലെ ഒന്ന് കരിയിച്ച് നമ്മൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. ഇപ്പം ബാത്റൂം ആണെങ്കിലും നല്ല പോലെ നമുക്ക് ഒരുപാട് നമുക്ക് സോപ്പായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. അതിനനുസരിച്ച് നല്ല പോലെ ക്ലീൻ ആവുകയും ചെയ്യും. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.